ഹായ് ഗായ്സ്, ഒന്നൊക്കെ ലോകത്തുള്ള ഏറ്റവും വലിയ ഡെർബി കാണാൻ പോകാനുള്ളൊരു അവസരം കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയതില്ല. ഇതാണ് നിലവിലെ സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ള അവസ്ഥ. ഇവിടെ ഒരു 2:30 ആണ്. വൻ തിരക്കാണ്, എല്ലാം കൊണ്ടും വൻ തിരക്കാണ്. അതാണ് ഫ്രണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. കളി ഇന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സിറ്റി യുണൈറ്റഡ് നിലവിലുള്ള ഫോം അനുസരിച്ചിട്ട് സിറ്റിക്ക് ഒരു ലാസ്റ്റ് കുറച്ച് കളിയിട്ട് തോൽവികൾ മാത്രമാണ്, ഒരു കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. എന്നാലും സിറ്റിക്ക് പ്രതീക്ഷയുണ്ട്, കളി ജയിക്കുന്നതാണ് ഒരു പറയണത്. എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുണ്ട്. യുണൈറ്റഡ് ആയാലും പുതിയ കോച്ചിന്റെ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ ആള് അത്ര വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും ഈ കളി എന്താവും എന്നറിയില്ല. എന്നാലും യുണൈറ്റഡിനാണ് ഒരു മെയിനായിട്ട് ജയിക്കുന്നത്. ഞാൻ അവിടെ കുറച്ച് പേരോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞത് യുണൈറ്റഡ് ജയിക്കുന്നതാണ്. എന്തായാലും കണ്ടറിയാം. ഫുള്ളാണ് സ്റ്റേഡിയം. മാഞ്ചസ്റ്ററിന്റെ തന്നെ 2 ഏറ്റവും മികച്ച ക്ലബ്ബുകൾ യുണൈറ്റഡും സിറ്റിയും തമ്മിലുള്ള കളി കാണാൻ. അതും ഇവരുടെ ഫാൻസിനൊക്കെ പ്രത്യേക ഗേറ്റാണ്. പൊതുവെ എല്ലാ ഫാൻസിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു മാഞ്ചസ്റ്റർ എന്നൊരു സ്പേസ് ചെയ്യുന്ന ഈ 2 ടീമിനെ ഇത്രയും ഫാൻസ് വരുമ്പോൾ അത് ഇടിയൊന്നുമില്ലാണ്ട് കൊണ്ടുപോകണമെങ്കിൽ അവര് സമ്മതിച്ചു തുടങ്ങണം. എനിക്കിവിടെ കയറാൻ പറ്റുന്നത് മെയിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാനിവിടുത്തെ ഒരു സ്റ്റാഫായ കാരണം മാത്രമാണ്. എനിക്കിവിടെ മാച്ച് ഡേയിൽ എനിക്കിവിടെ ഡ്യൂട്ടി ഉണ്ടാവുന്ന കാരണോട് മാത്രമാണ് എനിക്കിവിടെ കയറാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർ ചോദിക്കും എന്തുകൊണ്ട് എവിടേക്കാ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ID ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. ഒരു സ്കോർ ലൈൻ പ്രവചനം എനിക്ക് തോന്നുന്നു പെപ്പണ്ണൻ എങ്ങനെ വന്നാലും വിജയിക്കുമെന്നാണ് തോന്നുന്നത്. അന്നാ പണ്ടത്തെ അത്ര പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും സിറ്റി ജയിക്കട്ടെ, കാരണം നമ്മൾ സിറ്റിക്കാരനാണല്ലോ. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ്, ഒരു എന്താ പറയാ, മൂടിയ കാലാവസ്ഥയാണ്. അതും വിന്റർ, നല്ല വള്ളിപ്പ് ചീഞ്ഞ കാലാവസ്ഥയാണ്. മഴയില്ലാത്ത ഭാഗ്യം. ഈ മഴ കാണിക്കണത് ഒരു 9 PM ടൈമിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു 2:30 ആയിട്ടുള്ളൂ. ശരിക്കും എനിക്ക് ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഡ്രിങ്ക്സിൻ്റെ ഇത് യുണൈറ്റഡ് ആയിട്ടുള്ള കളിയിൽ. കാരണം നമ്മൾ സിറ്റിയുടെ സ്റ്റാഫായ കാരണം നമുക്കിവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സെറ്റപ്പാണ്. ഇതൊരു 3 ആവാൻ പോണ്. ഇതാണ് അവസ്ഥ. എന്ത് രസമല്ല സ്റ്റേഡിയം കാണാൻ. കുറേ ആൾക്കാരുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പം നമുക്കൊരു ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ അടിപൊളി ഫുഡാട്ടാ. എന്ത് പറഞ്ഞാലും നമുക്ക് ഫ്രൈസ്, ചിക്കൻ, ബർഗർ, പിന്നെ അങ്ങനെ കുറേ നല്ല അടിപൊളി ഫുഡാണ്. പക്ഷെ ഞാൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, എനിക്കിന്ന് ഫുഡില്ല. നമ്മൾ ഓൾറെഡി 2 or 3 ആവാറായി. ഇന്നത്തെ ലൈനൊക്കെ നിന്നിട്ട് വേണം ഫുഡാക്കാൻ, കാരണം അത്രയും തിരക്കുണ്ട്. ഫ്രണ്ടിലധികം കാണാനില്ല, എന്നാലും നമ്മുടെ സാധനം ചായ കിട്ടി. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അബുദാബി തിരക്കുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലൊരു ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട്, കണ്ടാ നമുക്ക് കാണാം. ഇന്ത്യൻ സ്ട്രീറ്റ് അതും സിറ്റി സ്റ്റേഡിയത്തിലൊക്കെ ഒരു ഇന്ത്യൻ ഫുഡ് കിട്ടാന്ന് പറഞ്ഞാൽ ആലോചിക്കുക. നമ്മളിപ്പോ ഇന്ത്യയിലല്ല UK എന്നിട്ടാണ് ഈ അവസ്ഥ. ഒരു
സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു UK പോലത്തെ ഒരു സ്ഥലത്ത്, അത് സിറ്റി പോലത്തെ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. ആലോചിച്ച് നോക്കിയേ എന്തല്ലേ, അതൊരു സംഭവമാണ്. ശരിക്കും പഞ്ചാബികളാണ് നടത്തുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ വീഡിയോ ഞാൻ വരും കാര്യങ്ങൾ ഇടാം. അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് സെറ്റാവണത് ശരിക്കും അതൊരു വൈബാട്ടാ, വേറെ മൂടാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. The entrance is this way, yeah? See. Yeah. See at the other side. Yeah. Sure. This is പോലീസ് കൊണ്ട് നിർത്തിയിരിക്കട്ടാ, ഫുൾ സേഫ്റ്റി എന്ന് പറഞ്ഞെല്ലാം കൊണ്ട് ഇപ്പോഴും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കണം. ഫുൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫുൾ സേഫ്റ്റി, ഫുൾ പോലീസ് കൊണ്ട് 5 കളി. ഇതിലെ ഏറ്റവും വലിയ ഡെർബി, അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് vs മാഞ്ചസ്റ്റർ സിറ്റി. അതായത് ഈ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. ഒരു 20 മിനിറ്റ്സ് കൂടി ഉണ്ട്. തുടർന്ന് തന്നെ ഞാനൊരു 100-150 മീറ്റർ ഇപ്പുറത്തിറങ്ങി. സ്റ്റേഡിയത്തിൻ്റെ ആ വൈബ് കണ്ട, അതിനുള്ളിൽ കയറി ഒന്ന് ആലോചിക്കുക. ഫുൾ പ്രൊട്ടക്ഷനും ഇത് പോലീസ് വണ്ടികൾ മാത്രം. നോക്കിയാൽ എത്ര വണ്ടികളുണ്ടെന്ന് നോക്കിയാൽ. ഇവരൊറ്റ സൈഡിൽ കണ്ട ഫുൾ പോലീസ് വണ്ടികളാണ്. ഫുൾ പാക്ഡ് സ്റ്റേഡിയം.